ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീക്കെൻഡിലെ വിശേഷങ്ങളാണ്. കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ സൺഡേ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റിട്ട് ഒന്ന് ടെറസിലേക്കൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. തലേ ദിവസം മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ക്ലൈമറ്റും നല്ല തണുപ്പും ഒക്കെ ആയിരുന്നു. അപ്പോൾ കുറച്ച് നേരം മേലെയൊക്കെ ഒന്ന് പോയി നിന്നിട്ട് തിരികെ വരാമെന്ന് ഓർത്തിട്ട് അങ്ങനെ കുറേ നേരം ടെറസിൻ്റെ മേലെ നിന്നതാണ്. മാമിയും ഹസ്ബൻഡും ഒക്കെ ഉറക്കമാണ്. അവരാരും എഴുന്നേറ്റിട്ടില്ല. ഞാനൊരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. സാധാരണ മറ്റുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ 6 മണിക്ക് എഴുന്നേൽക്കുന്നതാണ്. പക്ഷേ ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ട് എണീറ്റാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എഴുന്നേറ്റതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് താഴേക്ക് വന്നിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ മറ്റേ ഒറട്ടിയില്ലേ, അതാണ് ഉണ്ടാക്കുന്നത്. ഏതോ ഒരു വ്ളോഗിൽ, നാട്ടിലത്തെ വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. നാട്ടിലെ അമ്മ ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് ഒറട്ടി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണോ ഒറട്ടി ഉണ്ടാക്കുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ മതി. കുറച്ച് ദിവസം മുന്നത്തെ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നാട്ടിൽ നിന്ന് അമ്മ എനിക്ക് അരിമാവൊക്കെ ഹസ്ബൻഡ് അച്ഛൻ പോയപ്പോഴത്തേക്കും കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അച്ഛൻ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ഈ മാവ്. അമ്മ പച്ചരി പൊടിപ്പിച്ചിട്ട് കൊടുത്തു വിട്ട മാവാണ്. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് ചൂടുവെള്ളത്തിലൊന്ന് കുഴച്ചെടുത്തിട്ട് ഇതിലേക്ക് ഉപ്പും തേങ്ങ ചിരകിയതും പിന്നെ ജീരകം വേണമെന്നുണ്ടെങ്കിൽ ഇടാം. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് നല്ല ജീരകം ഇല്ലായിരുന്നു, അതുകൊണ്ട് ഇട്ടിട്ടില്ല. നന്നായിട്ടൊന്ന് കുറച്ച് നേരം കുഴച്ച് വെച്ചതിന് ശേഷം ഇതുപോലെ ഇടിയപ്പത്തിൻ്റെ ഒരു പരുവത്തിനാക്കിയിട്ട് ചെറിയ ബോൾസ് ആക്കി ഇതുപോലെ ദോശക്കല്ലിൽ എണ്ണ തടവിയതിന് ശേഷം വെളിച്ചെണ്ണയാണ് തേച്ച് കൊടുത്തത്. ഇച്ചിരി കട്ടിയായിട്ടൊന്ന് പരത്തി എടുക്കുന്നുണ്ട്. കൈകൊണ്ടാണ് ഇങ്ങനെ പരത്തി എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ ഒറട്ടി ഉണ്ടാക്കുന്നത്. പിന്നെ പത്തിരിയും നൈസ് പത്തിരിയൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു പ്രൊസീജിയറൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ അതിങ്ങനെ ചപ്പാത്തി പലകയിലൊക്കെ ഇട്ട് പരത്തിയിട്ടൊക്കെയാണല്ലോ ചെയ്യുന്നത്. അതൊന്നും എനിക്കറിയില്ല, ഞാനിതുവരെയും ചെയ്തിട്ടുമില്ല. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ട്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഗാർലിക് ചട്നിയാണ് സൈഡ് ഡിഷായിട്ട് എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് തേങ്ങ എനിക്കിപ്പോൾ ചിരകാനായിട്ട് മടിയുള്ളത് കൊണ്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. തേങ്ങ ചെറിയ പീസസ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറ് പെട്ടെന്ന് കേടാവാനുള്ള ചാൻസ് ഉണ്ട്. മുന്നേ എൻ്റെ ഉണ്ടായിരുന്നൊരു ജാറ് എങ്ങനെയാണ് കേടായി പോയത്. പിന്നെ ഇതിലേക്ക് ഒരേ ഒരു അല്ലി വെളുത്തുള്ളിയും 2-3 ചെറിയ ഉള്ളി, പച്ചമുളക് ഒരെണ്ണത്തിൻ്റെ ഒരു പകുതി പോർഷനാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗാർലിക് ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സാൾട്ട് ആൻഡ് പെപ്പർ മൂവിയിലൊക്കെ ഫേമസ് ആണ് ഈ ഒരു ഗാർലിക് ചട്നി. അപ്പോൾ ഇത് ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒറട്ടിയുടെ കൂടെയും അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് 1-2 പരിപാടികളൊക്കെ ഉണ്ട്. നമുക്ക് ഓണക്കോടിയൊക്കെ എടുക്കണം. പിന്നെ ഒരു മാളിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പോയതിന് ശേഷമുള്ള വിശേഷങ്ങളൊക്കെ കാണിക്കാം. മാമിക്ക് പല്ല് പോയതിൻ്റെ ഒരു ചമ്മലിൽ നിൽക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് അവൾ വീഡിയോയിലൊന്നും വരാത്തത്. പല്ലില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിണങ്ങി നിൽക്കുകയാണ്. വീഡിയോ എടുക്കാനേ വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നിർബന്ധിച്ച് നമ്മൾ വീഡിയോയിൽ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഇങ്ങനെ മാസ്ക് വെച്ചേക്കുന്നത്. പിന്നെ പുറത്ത് പോകുമ്പോൾ ഞങ്ങൾ മാസ്ക് വെച്ചിട്ടാണ് ഇപ്പോഴും പോകുന്നത്. ആമിക്ക് ഡസ്റ്റ് അലർജിയൊക്കെ ഉള്ളത് കൊണ്ടും പിന്നെ മാസ്ക് വയ്ക്കുന്നത് നല്ലതാണല്ലോ, അതുകൊണ്ട് അങ്ങനെ വെച്ചുകൊണ്ട് പോകുന്നതാണ്. അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ മാളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ എക്സ്പ്രസ് അവന്യൂ എന്ന് പറഞ്ഞിട്ടൊരു മാളുണ്ട് ഇവിടെ നമ്മുടെ ചെന്നൈയിൽ. അവിടെയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് മൂവിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിത് അറിഞ്ഞില്ല. ശരിക്കും ഹസ്ബൻഡ് ഇത് നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു. മൂവി മണിച്ചിത്രത്താഴ് മൂവിയില്ലേ, അതാണ്. അപ്പോൾ ഞങ്ങളിവിടെ ഒരു ഉച്ചയ്ക്കൊക്കെ എത്തിയിട്ടുണ്ട്. 3 മണിക്കാണ് ഫിലിം തുടങ്ങുന്നത്. ഞങ്ങളൊരു 1 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എത്തി. പിന്നെ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം 1-2 ആവശ്യങ്ങൾക്ക് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. പുറത്ത് പോയിട്ട് വന്നിട്ട് ലഞ്ചും കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ മാളിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 1 മണിക്കൊക്കെ ഇറങ്ങി ഒരു 2-2:30 ആയപ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ 3 മണിക്ക് ഫിലിം തുടങ്ങുള്ളൂ. അപ്പോൾ ഇനി ഒരുപാട് സമയമുള്ളത് കൊണ്ട് ഇവിടെയൊക്കെ ഒന്ന് ചുമ്മാതൊന്ന് കറങ്ങി കാണാമെന്ന് വിചാരിച്ചേട്ടാ. അങ്ങനെ ഒന്ന് മാളിലൊക്കെ ഒന്ന് കറങ്ങി ഇവിടേക്ക് ഒന്ന് നടക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് നല്ല ദൂരമുണ്ട് എക്സ്പ്രസ് അവന്യൂയിൽ വരാനായിട്ട്. ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ഇവിടെ വരാറില്ല കേട്ടോ, വല്ലപ്പോഴുമാണ് വരുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു തവണ ആണ് മുന്നേ വന്നിട്ടുള്ളത്. അന്ന് വന്നപ്പോൾ ഞങ്ങൾ സിനിമ ഒന്നും കാണാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നില്ല.
ഇതിപ്പോൾ ഇങ്ങോട്ടേക്കാണ് വരുന്നതെന്നും എനിക്കറിയില്ലായിരുന്നു. ഹസ്ബൻഡാണ് ബുക്ക് ചെയ്തതൊക്കെ. അങ്ങനെ ഇവിടെ മാളിലേക്ക് വന്നപ്പോഴത്തേക്കും ഉണ്ട് ഇവിടെ ഇതുപോലെ മലബാറിൻ്റെ ഷോറൂം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് മാരേജിന് ഗോൾഡൊക്കെ എടുത്തത് നമ്മുടെ നാട്ടിലെ മലബാറിൽ നിന്നാണ്. അപ്പോൾ എനിക്കിങ്ങനെ ചെന്നൈയിൽ പുറത്ത് പോകുമ്പോൾ ഇല്ലേ ഏതെങ്കിലും നമ്മുടെ നാട്ടിലെ ഷോപ്പുകൾ കാണും അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ കാണുമ്പോഴത്തേക്കും എനിക്ക് സന്തോഷം തോന്നാറുണ്ട്. കാരണം നമ്മുടെ നാട്ടുകാരല്ലേ, മലയാളികളുടെ ഷോപ്പും ഇതൊക്കെ കാണുമ്പോൾ. അതുപോലെ തന്നെ മലയാളീസ് ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് മലയാളം സംസാരിക്കുന്ന ആരെങ്കിലും കാണുവാണെങ്കിൽ ഞാനും ഹസ്ബൻഡും കൂടി ഇങ്ങനെ ഭയങ്കര ആശ്ചര്യത്തോടെ നോക്കും കേട്ടോ. കാരണം നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാനങ്ങനെ ആരോടും പോയി മിണ്ടാറൊന്നുമില്ല, അങ്ങനെയൊന്നും സംസാരിക്കാറില്ല. കുറച്ചൊന്ന് ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരാളാണ്. പക്ഷേ എന്നാലും നമ്മുടെ നാട്ടുകാരെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അതുപോലെ തന്നെ നമ്മൾ തിയേറ്ററിൽ പോകുമ്പോൾ ഞാനിങ്ങനെ ഏറ്റവും കൂടുതൽ എത്ര മലയാളീസ് വന്നിട്ടുണ്ട്, എത്ര പേരാണ് വന്നിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ നോക്കാറുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് മലയാളം മൂവീസ് ഉള്ള സമയത്ത് ഇതുപോലെ തിയേറ്ററിൽ കയറുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ, എത്രത്തോളം മലയാളികളാണ്. അപ്പോൾ ഇത്രയും മലയാളികൾ നമ്മുടെ ചെന്നൈയിലുണ്ടല്ലേ എന്നൊക്കെ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് പിറുപിറുത്തോണ്ടിരിക്കും. അപ്പോൾ ഹസ്ബൻഡ് എന്നെ കളിയാക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. കാരണം നമ്മൾ പുറം നാട്ടിൽ പോയി ജീവിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു വില മനസ്സിലാകുന്നത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കത്തില്ലായിരിക്കും അല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വന്നിട്ട് സ്പെൻസറിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഡ്രസ്സ് എടുക്കുന്ന 1-2 ഷോപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് എനിക്കുള്ള ഡ്രസ്സ് ഇവിടെ നിന്നാണ് എടുക്കാറുള്ളത്. അതുപോലെ തന്നെ ആമിക്ക് ഡ്രസ്സ് എടുക്കുന്നത് സ്റ്റുഡിയോയിൽ നിന്നുമാണ്. നമുക്ക് ഈ സ്പെൻസറിൽ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ ഷോപ്പുകളും ഒരു ഇതിൽ തന്നെ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. നമ്മളിവിടെ നിന്ന് ആദിൽ ഫാഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇത് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് ഇവർക്ക്. അപ്പോൾ ഇപ്പോൾ ചെന്നൈയിൽ റീസെൻ്റായിട്ട് തുടങ്ങിയിട്ടുള്ള ഏകദേശം 1 വർഷത്തോളം ആയിട്ടേ ഉള്ളൂ നമ്മുടെ ചെന്നൈയിലുള്ള ഈ ഒരു ഷോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ ഇടുന്ന, നിങ്ങൾ വീഡിയോസിലൊക്കെ കാണുന്നില്ലേ എൻ്റെ കുർത്തീസൊക്കെ ഞാൻ ഇവിടെ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഡ്രസ്സും ഇവിടെ നിന്ന് തന്നെയാണ് എടുത്തത്. ഞാൻ എടുത്തതല്ല ഇത്, അനിയനും വൈഫും ഒക്കെ വന്ന സമയത്ത് അവരെനിക്ക് വെഡ്ഡിങ് ഡേക്ക് മേടിച്ച് തന്നതായിരുന്നു കേട്ടോ. അതിൻ്റെ വ്ളോഗൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ ഡ്രസ്സുകൾ എന്ന് പറയുന്നത് കൂടുതലും റയോൺ ടൈപ്പ് മെറ്റീരിയലാണ്. നല്ല കളക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ റേറ്റും നമ്മളെപ്പോലെ മിഡിൽ ക്ലാസ് ഫാമിലീസിനൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റുമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കളക്ഷൻസാണ് ഇവിടെ. പിന്നെ ഞാൻ അങ്ങനെ ഒരുപാട് റേറ്റ് കൂടിയ ഡ്രസ്സ് അങ്ങനെ എടുക്കാറില്ല കേട്ടോ. ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഒരിക്കലും നമ്മുടെ റേറ്റ് നോക്കിയിട്ട് ഡ്രസ്സ് എടുക്കരുതെന്ന്. പക്ഷേ എനിക്കൊരു ബഡ്ജറ്റ് ഉണ്ട്. എൻ്റെ ടോപ്പൊക്കെ മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ ഒരു 800 റുപ്പീസൊക്കെ ആണ്. ഞാൻ എപ്പോഴും ഒരു 400 ഒരു 500-നുള്ളിലുള്ള ഡ്രസ്സസാണ് കൂടുതൽ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ 2-3 ടോപ്പ് എടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് മേടിച്ചതെന്നൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് വീഡിയോയുടെ ലാസ്റ്റ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടാൽ മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും രാത്രി ആയിട്ടുണ്ട് കേട്ടോ, ഒരുപാട് ലേറ്റായി. പിന്നെ മൺഡേ ആണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ രാവിലെ ഇച്ചിരി തിരക്കുണ്ടായിരുന്നു, 1-2 ആവശ്യങ്ങളായിട്ടൊക്കെ പുറത്ത് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഈ ഒരു മെറൂൺ കളർ ഡ്രസ്സില്ലേ, ആ ഒരു ടോപ്പും നമ്മൾ ഈ നേരത്തെ കാണിച്ച ഷോപ്പിൽ നിന്ന് എടുത്താണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ടോപ്പ് ഇതാണ് കേട്ടോ. ഈ ഒരു മസ്റ്റാർഡ് യെല്ലോ കളറാണ് എനിക്ക് എൻ്റെ ഫേവറേറ്റ് കളറാണ്. അപ്പോൾ എനിക്ക് പുറത്തിടാനായിട്ട് ഈ ഒരു കളറിലുള്ള ടോപ്പ് ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ കോളർ ടൈപ്പ് കുർത്തീസാണ് ഇടുന്നതും. പിന്നെ ഫ്രണ്ടിൽ ഓപ്പൺ ഉള്ളൊരു മോഡലാണത്, റയോൺ ടൈപ്പ് മെറ്റീരിയലാണ്. അത്യാവശ്യത്തിന് കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ റേറ്റ് വന്നിട്ട് ഒരു 400 മറ്റോ ആണ്. ഞാൻ എടുത്തതിൽ റേറ്റ് കൂടിയത് ആ ഒരു ടോപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് ഞാൻ ഇതിന് മുന്നേ പോയപ്പോഴും ലാസ്റ്റ് ടൈം പോയപ്പോഴും നോക്കി വെച്ചിട്ട് വന്നതായിരുന്നു. അന്ന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു സ്കൈ ബ്ലൂ കളറും പിന്നെ ഈ ഒരു നേവി ബ്ലൂവും എടുത്തു. എനിക്ക് ഇത് രണ്ടും ഡെയിലി വിയർ കുർത്തീസ് പോലെ ഇടാനാണ്. ഞാനിത് പുറത്തിടാനേ യൂസ് ചെയ്യുള്ളൂ. ഞാനിങ്ങനെ വീട്ടിലിടാൻ വേണ്ടിയിട്ട് അങ്ങനെ സെപ്പറേറ്റ് ഡ്രസ്സസ് പുതുത് മേടിക്കാറില്ല. കൂടുതലും പുറത്തിടുന്ന ഡ്രസ്സ് തന്നെ ഒരുപാട് അങ്ങോട്ട് അഴുക്കാവും, അല്ലെങ്കിൽ ഇട്ട് ഉപയോഗിച്ച് കുറേ നാൾ കഴിയുമ്പോഴും ഞാനത് വീട്ടിലിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു നേവി ബ്ലൂവും മറ്റേ സ്കൈ ബ്ലൂവും എടുത്തിട്ടുണ്ട്. അതിൻ്റെ രണ്ടിൻ്റെ റേറ്റ് വരുന്നത് 350 ആണ്. നമുക്ക് 300-നാണ് തന്നത്. അപ്പോൾ ആദിൽ ഫാഷൻ എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ പോയാൽ മതി, നിങ്ങൾക്ക് ഡെയിലി വിയർ കുർത്തീസൊക്കെ ഇഷ്ടംപോലെ കിട്ടും. പിന്നെ ആമിക്ക് എടുത്തിട്ടുള്ളത് ഈ 2 ഫ്രോക്സ് ആണ്. 599 ആണ്, 600 അടുപ്പിച്ചായി.
അപ്പോൾ രണ്ടും കൂടി 1200 ആയിട്ടുണ്ട്. പിന്നെ ഇത് ഹസ്ബൻഡിൻ്റെ ഷർട്ട്സാണ്. ഹസ്ബൻഡും അങ്ങനെ ഒരുപാട് ബ്രാൻഡഡ് ഷർട്ടൊന്നും അങ്ങനെ എടുക്കാറില്ല. നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന ഡ്രസ്സസാണ് ഹസ്ബൻഡ് എടുക്കുന്നത്. അതും ഏകദേശം 500 600 എന്തോ ആണ് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. 3 എടുത്തിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം കഴുകാനായിട്ട് ഇട്ടേക്കുന്നുണ്ടാണ് വീഡിയോ എടുക്കാനായിട്ട് പറ്റാത്തത്. അങ്ങനെ ഡ്രസ്സൊക്കെ എനിക്കിനി അത് സ്റ്റിച്ച് ചെയ്തെടുക്കണം, സൈഡൊക്കെ ഒന്ന് അടിച്ചെടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ദിവസം കൊണ്ട് വിചാരിക്കുന്ന കാര്യമാണ് എനിക്കൊന്ന് ഈ ഒരു ഫാൻ ക്ലീൻ ചെയ്യണമെന്ന്. കാരണം നല്ലോണം ഡസ്റ്റ് അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതുപോലുള്ള ഫാൻ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഒരു ഫ്രണ്ടിലുള്ളൊരു പോർഷനിൽ ഒരു റിങ് പോലെ ഉണ്ട്. അവിടെ നിന്ന് ഒരു സ്ക്രൂ ഒന്ന് അഴിച്ച് മാറ്റിയിട്ട് നന്നായിട്ട് നമുക്ക് തുടച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ആദ്യം ഞാനൊരു ഡസ്റ്റർ യൂസ് ചെയ്തിട്ട് ഡസ്റ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോഴേക്കും ഒരുപാട് പൊടി ഇങ്ങനെ അടിച്ച് കിടപ്പുണ്ടായിരുന്നു. ആ ഡസ്റ്റൊക്കെ അങ്ങ് പോയി. അതിനുശേഷം നല്ലൊരു ഉണങ്ങിയൊരു തുണി കൊണ്ടൊന്ന് തുടച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു ക്ലോത്ത് എടുത്തിട്ട് ഒരു കോട്ടൺ ക്ലോത്ത് എടുത്തിട്ട് കോളിൻ യൂസ് ചെയ്തിട്ടൊന്ന് സ്പ്രേ ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്തത്. ഇത് എത്രയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചാലും പെട്ടെന്ന് അഴുക്ക് പിടിക്കുന്നതാണ്. ഞങ്ങൾ വൈറ്റ് കളർ ഫാൻ എടുക്കാനുള്ള കാരണം തന്നെ കൃത്യമായിട്ട് ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ വൈറ്റ് കളർ പ്രിഫർ ചെയ്യുന്നതിൻ്റെ കാരണം തന്നെ നമുക്ക് വീടിനുള്ളിൽ വെള്ള കളറിലാവുമ്പോൾ നമ്മളത് ക്ലീൻ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുമല്ലോ. വേറെയുള്ള കളറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര മടിയായിരിക്കും, നമ്മളത് കൃത്യമായിട്ട് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ടാണ് അന്ന് ആ ഹാവൽസിൻ്റെ ഈ ഒരു വൈറ്റ് കളർ ഫാന് എടുത്തതിൻ്റെ കാരണം. പിന്നെ ഇത് കറക്റ്റായിട്ട് എടുത്തിട്ട് അതേപോലെ തന്നെ ഫിറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. നല്ല ഈസിയാണ്, നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ അഴിച്ചെടുത്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം വീണ്ടും ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കാം. പിന്നെ ഉടനെ തന്നെ നിങ്ങൾ ഫാന് വർക്ക് ചെയ്യിപ്പിക്കരുത്. കാരണം നനവുണ്ടല്ലോ, നമ്മൾ ആ ഒരു കോളിൻ യൂസ് ചെയ്തിട്ട് സ്പ്രേ ചെയ്തേക്കുന്നതുകൊണ്ട് നനവുള്ളതുകൊണ്ട് ഉടനെ യൂസ് ചെയ്യാൻ പാടില്ല. ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ അങ്ങനെയും ചെയ്യാവുള്ളൂ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡ്രസ്സ് ഒന്ന് സൈഡൊക്കെ ഒന്ന് ആൾട്ടർ ചെയ്ത് എടുക്കാമെന്നും പറഞ്ഞിട്ട് വലിയ കാര്യത്തിൽ ഞാൻ മെഷീനിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും മടിയുള്ളൊരു കാര്യമാണ്. ഞാൻ ഇതിന് മുന്നേ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തയ്ക്കുന്നൊരു പരിപാടി എന്ന് പറയുന്നത് ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ പുതിയ ഡ്രസ്സ് എടുക്കുമ്പോൾ സൈഡ് അടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ മെഷീൻ യൂസ് ചെയ്യുള്ളൂ. ഞാൻ ഫാഷൻ ഡിസൈനിങ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് കോഴ്സായിട്ടൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അന്നിങ്ങനെ ചുരിദാർ പാൻറ്റും ടോപ്പും അടിക്കാനായിട്ട് അന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. കോഴ്സായിട്ട് ചെയ്തതാണ്. റൂട്രോണിക്സിൻ്റെ കീഴിൽ പഠിച്ച സർട്ടിഫിക്കറ്റൊക്കെ ഉള്ളതാണ്. പക്ഷേ എനിക്ക് ഭയങ്കര മടിയായിരുന്നു കേട്ടോ. ഞാൻ പ്രഗ്നൻറ്റ് ആവുന്നതിന് മുന്നേയൊക്കെ ഇതുപോലെ ഡെയിലി ഓരോ തുണി ഇങ്ങനെ ഇവിടുത്തെ അമ്മയുടെ പഴയ സാരിയൊക്കെ വെട്ടി തുണികളൊക്കെ തയ്ക്കുമായിരുന്നു. ഇപ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ്. ഇതുപോലെ ആൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് മെഷീൻ യൂസ് ചെയ്യുള്ളൂ. അങ്ങനെ അത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേനും ഉണ്ട് നമ്മുടെ മെഷീനിലെ ബെൽറ്റൊക്കെ ഒന്ന് പൊട്ടിപ്പോയി. ഇനി ഹസ്ബൻഡ് പോയിട്ട് പുതിയത് മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തോടു കൂടി തയ്യൽ നിന്നിട്ടുണ്ട്. ഇനി പുതിയ ബെൽറ്റ് മേടിച്ചാലാണ് എനിക്ക് തയ്ക്കാനും പറ്റുള്ളൂ. അപ്പോൾ അതവിടെ ഇട്ടിട്ട് ഞാൻ നേരെ വന്നിട്ട് തുണികൾ കഴുകാനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, രാവിലെ 1-2 ആവശ്യങ്ങൾക്ക് പുറത്ത് പോയത് കൊണ്ട് ഇന്ന് കാര്യമായിട്ട് വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കാനായിട്ട് പറ്റിയില്ല. എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, നമ്മൾ വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങളിലാണ് നമുക്കെല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ഓർക്കുമായിരുന്നേ, ജോലിക്കൊക്കെ പോകുന്ന ലേഡീസിൻ്റെ കാര്യം, അമ്മമാരൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല ടൈം മാനേജ് ചെയ്തുകൊണ്ട്. കാരണം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് തന്നെയാണ് ഇതൊക്കെ ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ സമയം കിട്ടുന്നതും വൃത്തിയായിട്ടും ചിട്ടയോടും കൂടിയൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നതെന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു കേട്ടോ. ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് ആകെ തിരക്ക് പിടിച്ച 2 ദിവസങ്ങളായിരുന്നു ഇത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആമി സ്കൂളിൽ നിന്ന് വന്നു. ആമിയെ ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കിയതിന് ശേഷം നമുക്ക് ഗ്രോസറീസ് എടുക്കാനുള്ള ലിസ്റ്റൊക്കെ ഞാനൊന്ന് എഴുതി വെച്ചു. അപ്പോൾ ഞങ്ങൾ ഗ്രോസറീസൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കാത്തത് നിങ്ങളെപ്പോഴും കാണുന്നതാണല്ലോ. നമ്മൾ മാസത്തിലൊരിക്കലാണ് സാധനങ്ങൾ എടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ തുണികളുണ്ടായിരുന്നു. 2-3 ദിവസത്തെ തുണിയാണ്. ഞാൻ ഇങ്ങനെയൊന്നും വീടിട്ടേക്കുന്നതല്ല കേട്ടോ. 2 ദിവസം കൊണ്ട് ഇങ്ങനെ ഓരോ ആവശ്യങ്ങൾക്കായിട്ട് ഓടുന്നത് കൊണ്ട് ഇതൊന്നും നോക്കാനോ ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ തുണികളൊക്കെ ഒന്ന് മടക്കി വെക്കുന്നുണ്ട്. പിന്നെ ഇനി വേണം എനിക്ക് ഡിന്നർ ഉണ്ടാക്കാൻ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതുവരെയ്ക്കും കുളിച്ചിട്ട് കൂടിയില്ല. ഇനി കുളിക്കണം. ഇന്നത്തെ ദിവസം വിളക്കും വെച്ചിട്ടില്ല. ഹസ്ബൻഡാണ് വിളക്ക് വെച്ചത്. ഞാൻ വിളക്കിൻ്റെ ഭാഗത്തോട്ട് കൂടി പോയിട്ടില്ല കേട്ടോ. ഇനി ആമിക്ക് ഹോംവർക്ക്സ് എഴുതിപ്പിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആകെ താളം തെറ്റിയൊരു അവസ്ഥയിലാണ് കിടക്കുന്നത് വീട്. പിന്നെ അതുപോലെ തന്നെ കിച്ചൺ ക്ലീൻ ചെയ്യണം. പിന്നെ കഴിച്ചിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കണം. ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അത് കഴിഞ്ഞിട്ടുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ടില്ല എന്ന് വെച്ചിട്ട് വേണമെങ്കിൽ നടിച്ചിട്ടിട്ട് അങ്ങനെ എനിക്ക് പോകാം. പക്ഷേ അങ്ങനെ ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ഞാൻ തന്നെ ഇതൊക്കെ ചെയ്യേണ്ടി വരും. പിന്നെ ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, വൃത്തിയില്ലാതെ വലിച്ചു വാരി ഇട്ടേക്കുന്ന വീട്ടിൽ കിടക്കാനും എനിക്കിഷ്ടമില്ല. എനിക്ക് മൈൻഡിന് ഭയങ്കര ഡിസ്റ്റർബൻസ് തോന്നും. അതിപ്പോൾ എൻ്റെ കൂടെ താമസിക്കുന്ന എൻ്റെ ഹസ്ബൻഡിനും മോൾക്കും ഒക്കെ അറിയാം. എൻ്റെ മോള് പോലും ഭയങ്കരമായിട്ട് എന്നെ അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. എനിക്കും ചിലപ്പോഴൊക്കെ പാവം തോന്നും.
ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കും ഇതുപോലെ വലിച്ചു വാരി നിരത്തിയിട്ടേക്കുന്നത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തോ ഞാനത് കുഞ്ഞിലെ ശീലിച്ചത് കൊണ്ടാണ് എനിക്കത് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റാത്തൊരു കാര്യം. അങ്ങനെ ഞാൻ എല്ലാം കൂടി ചടപടയെന്ന് ചെയ്തിട്ട് പിന്നെ എനിക്ക് വീഡിയോ പോലും എടുക്കാനുള്ളൊരു ക്ഷമയില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. ഞാൻ നൈറ്റ് റൂട്ടീനും ഫുള്ളായിട്ട് എടുക്കണമെന്ന് കവർ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇരുന്നതാണ്. പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതെല്ലാം ചെയ്ത് വെച്ചിട്ട് പിന്നെ പോയിട്ട് ഫ്രഷായി കുളിച്ച് റെഡിയായതിന് ശേഷമാണ് ഇനി വേണം പോയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.